മാഹി വളപട്ടണം കൃത്രിമ ജലപാത പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സ്വകാര്യ പൊതുപങ്കാളിത്ത പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ 2013 നിയമത്തിലെയും സംസ്ഥാന സർക്കാരിന്റെ 2015 നിയമത്തിലെയും വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് വന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തൃപ്പങ്ങോട്ടൂർ മുതൽ വലിയന്നൂർ വരെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ കിടപ്പാടങ്ങളും ഏക്കർ കണക്കിന് കൃഷിഭൂമിയും ഏറ്റെടുത്തുകൊണ്ട് മാഹി പുഴയെയും വളപട്ടം പുഴയെയും ബന്ധിപ്പിക്കാൻ കൃത്രിമമായി ജലപാത നിർമ്മിക്കാനുള്ള സർക്കാർ പദ്ധതി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി സമരസമിതി ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. നമ്മൾ ഈ ചാല പടിഞ്ഞാറക്കര എന്ന് പറയുന്ന നമ്മളെ ചാല ബൈപ്പാസ് തുടങ്ങുന്നിടത്ത് ശരിക്കും ഒരു 250-300 മീറ്ററേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുപോലെ ഏറ്റവും കൂടിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ വലിയന്നൂർ പുറത്തയിലാണ്. അത് 2.5 കിലോമീറ്റർ. അത് നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയുന്ന പ്രദേശമാണ്. അപ്പോൾ ഇന്ന് ഈ പദ്ധതി ശരിക്കും പറഞ്ഞാൽ അനാവശ്യമാണ്, കോടികൾ വെറുതെ മുടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെൻറ്റിനോ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾക്കോ ഇത് പറഞ്ഞിട്ട് ഒട്ടും തന്നെ ബോധ്യമായില്ല. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഏറ്റവും ഒടുവിൽ നവംബർ മാസം 20-ാം തീയതി ഇവിടെ നടന്നിട്ടുള്ള ഈ സർക്കാരിൻ്റെ നേതൃത്വം നടന്നിട്ടുള്ള പരിപാടിയിലൊക്കെ നമ്മൾ ഇത് സംബന്ധിച്ച നിവേദനങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഇതിന് ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ്. ആ നിലക്ക് നമ്മളിനി ഒരുപാട് ആളുകളെ കുടിയിറക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ താലൂക്കിൽ മാത്രം, ഇത് തലശ്ശേരി താലൂക്കും കണ്ണൂർ താലൂക്കും ഉൾപ്പെടുന്നതാണ്. MLA-മാരായിട്ടുള്ള KP മോഹനൻ, നിയമസഭാ സ്പീക്കർ ശ്രീ ശംഷീർ, ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി, അതുപോലെ ഇപ്പം മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി, ഇവരുടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇത് വരേണ്ടത്. അതിലിടയ്ക്ക് നമ്മൾ ഈ എല്ലാ MLA-മാരെയും പേഴ്സണലായിട്ട് സമീപിച്ചിരുന്നു. അതിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളെ സ്പീക്കർ ശ്രീ ശംഷീർ ഒഴിച്ച് ബാക്കി ആരും ഇതിനെ സംബന്ധിച്ച് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രീൻ്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ സാധാരണ നമ്മളൊരു നിവേദനം കൊടുത്താൽ തരുന്നൊരു മറുപടി ഉണ്ടല്ലോ, നടപടിക്കായി ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇതിൻ്റെ മേജർ പോർഷൻ ഉൾക്കൊള്ളുന്ന ഈ നമ്മളെ ബഹുമാന്യനായ കടന്നപ്പള്ളിയുടെ ഓഫീസിൽ നിന്നോ അല്ലെ ഇതിൽ നിന്നോ ഇതിൻ്റെ ഒരു എക്നോളജ്മെൻറ്റ് പോലും തന്നിട്ടില്ല. അതാണ് സ്ഥിതി. ഏറ്റവും ഒടുവിൽ ഈ നവകേരള സദസ്സിൻ്റെ ദിവസം പാനൂരിലൊരു പൊതുയോഗം വെച്ചിട്ട് നമ്മൾ സാമാന്യ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയൊക്കെ പറയാൻ പറ്റുന്ന ഭാഷയിൽ പൊതുയോഗത്തിൽ പറഞ്ഞപ്പോൾ KP മോഹൻ MLA ഒന്ന് അനങ്ങിയില്ല. ഇതാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥിതി. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ സാമൂഹിക ആഘാത പഠനം നടത്തിയ ഏജൻസി വരെ 14 പേരെ എതിർകക്ഷികളാക്കിക്കൊണ്ട് ജലപാത വിരുദ്ധ സമിതി പ്രവർത്തകരായ PP മോഹനൻ, IK പ്രകാശൻ ചേലോറ, TV മനോഹരൻ, CK സത്യൻ കടമ്പൂർ മുതലായവർ ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് പെറ്റീഷനിൽ ഹൈക്കോടതി ജസ്റ്റിസ് വിജു അബ്രഹാമിൻ്റെ ബെഞ്ചാണ് കഴിഞ്ഞ ജൂൺ 18 ഉത്തരവ് പുറപ്പെടുവിച്ചത്. കണ്ണൂർ ജില്ലയിൽ 56 കിലോമീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്ത് 40 മീറ്റർ വീതിയിൽ ജലപാതയും ഇരുഭാഗത്തും 10 മീറ്റർ വീതിയിൽ റോഡും എന്നതായിരുന്നു പദ്ധതി. സ്വകാര്യ പൊതു പങ്കാളിത്ത പദ്ധതി നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ 2013 നിയമത്തിലെയും സംസ്ഥാന സർക്കാരിൻ്റെ 2015 നിയമത്തിലെയും വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ഇത്തരം പദ്ധതികൾക്ക് മുന്നോടിയായി തയ്യാറാക്കേണ്ട വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടോ പ്രാഥമിക റിപ്പോർട്ടോ തയ്യാറാക്കാതെയും പരിസ്ഥിതി ആഘാത പഠനമോ സാമ്പത്തിക വിശകലനം നടത്താതെ അർഹതയില്ലാത്ത ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചും നടത്തിയ വികലമായ സാമൂഹിക ആഘാത റിപ്പോർട്ടും അതിന്മേൽ നടത്തിയതായി പറയപ്പെടുന്ന വിദഗ്ധ സമിതിയുടെ ആധികാരിക റിപ്പോർട്ടുമാണ് രേഖയായി സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഫലപ്രാപ്തിയിലെത്താത്ത ഈ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ഇതിനകം ചെലവാക്കിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PP മോഹനൻ, TV മനോഹരൻ, രാജൻ കൊരമ്പേത്ത്, KV ചന്ദ്രൻ, ഉമേഷ് ബാബു, രമേശൻ കൊറ്റൻകുന്ന് എന്നിവർ പങ്കെടുത്തു.